സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡ്. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും. എംപിമാരിൽ കെ സുധാകരന് മാത്രമാണ് ഇളവ് നൽകുന്നത്. പ്രതിസന്ധി ഒഴിവാക്കാൻ കെ ആന്റണിയും രമേശ് ചെന്നിത്തലയും ഇടപെട്ടതിനെ തുടർന്നാണ് തീരുമാനം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച സുധാകരൻ നിങ്ങളുടെ വഴിക്ക് നടക്കൂ എന്നും ഞാൻ എന്റെ വഴിക്ക് നടക്കാമെന്നും അറിയിച്ച് നിലപാട് ഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കമാൻഡ് എംപിമാർ മത്സരിക്കേണ്ടെന്ന നിലപാടിൽ സുധാകരനായി ഇളവ് പ്രഖ്യാപിച്ചത്. നേരത്തെ സീറ്റ് വേണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടതോടെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് രാജിവെക്കാൻ സുധാകരൻ തീരുമാനിച്ചിരുന്നെന്നും BJP കേന്ദ്ര നേതൃത്വം സുധാകരന്റെ അടുത്ത ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. സുധാകരനോട് സംസാരിച്ചെന്നും പാർട്ടി തീരുമാനം അനുസരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ സുധാകരനോട് സംസാരിച്ചു. കണ്ണൂരിൽ CPM-നെതിരായി ജീവൻ പണയം വെച്ച് പോരാടിയ ആളാണ് സുധാകരൻ. ഒരിക്കലും മൂന്നാമത് ഭരണം അവർക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്നും എന്ത് പ്രയാസമുണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനം അനുസരിക്കുമെന്നും ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും കെ ആന്റണി പറഞ്ഞിരുന്നു. എംപിമാർ മത്സരിക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് നിലപാട് ഘടിപ്പിച്ചതോടെയാണ് സുധാകരന് സീറ്റ് ലഭിക്കാതിരുന്നത്. ലോക്സഭയിൽ കോൺഗ്രസ് എംപിമാരുടെ എണ്ണം കുറയുന്നതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. സമ്മർദ്ദം ശക്തമാക്കിയതിന് പിന്നാലെ സുധാകരൻ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥി അയക്കുമെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ പുലർച്ചെ വരെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ എംപിമാർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ നേതൃത്വം ഉറച്ചുനിന്നു. അതിന് പിന്നാലെ കണ്ണൂരിൽ മുൻ മേയർ TO മോഹനൻ സ്ഥാനാർത്ഥി അയക്കുമെന്നും വാർത്ത വന്നു. കോന്നി സീറ്റ് ആവശ്യപ്പെട്ട MP അടൂർ പ്രകാശിനും നേതൃത്വം സീറ്റ് നിഷേധിച്ചു. കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിൽ സ്ഥാനാർത്ഥി അയക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം മാരത്തോൺ ചർച്ചകൾക്കും അഭിപ്രായ ഭിന്നതകൾക്കും ശേഷം കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. പുലർച്ചെ 2:30 വരെ നീണ്ട ചർച്ചകൾക്കൊടുവിലും 37 സീറ്റുകളിൽ തീരുമാനമെടുക്കാൻ നേതൃത്വത്തിനായില്ല. ധാരണയിലെത്താത്ത മണ്ഡലങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചുമതലപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ വിവിധ സീറ്റുകളിലാണ് തർക്കം. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനായി VD സതീശനും ദീപ്തി മേരി വർഗീസിനായി KC വേണുഗോപാലും നിലയുറപ്പിച്ചത് ചർച്ച നീട്ടിക്കൊണ്ടുപോയി. എല്ലാം KPCC പ്രസിഡന്റ് പറയുമെന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. 72 മണിക്കൂർ കേരളത്തിന്റെ കാര്യമല്ല ചർച്ച ചെയ്തത്, ആസാമും പോണ്ടിച്ചേരിയും ഒക്കെ ചർച്ച ചെയ്യുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 5 സീറ്റുകളിൽ ചില കാര്യങ്ങളിൽ പരിശോധന നടത്താൻ മാറ്റിവച്ചു. സ്ഥാനാർത്ഥി നിർണയം ഒട്ടും വൈകിട്ടില്ലെന്ന് സതീശൻ ഡൽഹിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനിടയിൽ ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. എതിർപ്പുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനം തർക്കങ്ങളില്ലാതെയാണ് പൂർത്തിയാക്കിയത്. CPM-ൽ ഇതുവരെ ഇല്ലാത്ത കലാപമാണിപ്പോൾ നടക്കുന്നത്. 33 വർഷത്തെ ഭരണം കൊണ്ടായിരുന്നു ബംഗാളിൽ CPM തകർന്നത്. 10 വർഷം കൊണ്ട് കേരളത്തിൽ വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത്. ഇനിയും CPM-ൽ കലാപത്തിന് തിരികൊളുത്തപ്പെടാമെന്നും ഞങ്ങൾക്ക് 1 വർഷം മുൻപ് അറിയാമെന്നും ഉത്തമ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷ സഹയാത്രികരും വോട്ട് ചെയ്യാൻ പോകുന്നത് UDF-നാണെന്ന് 1 വർഷം മുൻപ് പറഞ്ഞു തുടങ്ങിയതല്ലേ എന്നും VD സതീശൻ ചോദിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഇതിന്റെ തുടർച്ച കേരളത്തിലുണ്ടാകും. അതേസമയം നിയമസഭാ സീറ്റിന്റെ പേരിൽ കെ സുധാകരൻ പാർട്ടി വിടുമെന്ന് കരുതുന്നില്ലെന്ന് K മുരളീധരനും പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് MP ആണെന്നും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സീറ്റ് സംബന്ധിച്ച് വാർത്തകൾ വരുന്നതല്ലാതെ സുധാകരൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയില്ലാതെ കോൺഗ്രസിലെ ഒരു നേതാവിനെ പറ്റി അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയല്ല. BJP മുതലെടുക്കാൻ നോക്കും, പക്ഷെ അത് ശാശ്വതമാകില്ല. എംപിമാർ മത്സരിക്കേണ്ടെന്നത് പാർട്ടിയുടെ നിലപാടാണ്. ഇനി ആർക്കെങ്കിലും ഇളവ് നൽകണമെങ്കിൽ അത് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന തീരുമാനമായിരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ UDF-നെ ബാധിക്കില്ലെന്നും ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.